ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർവെൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് പ്രീമിയം മിനിമൈസർ ബ്രാകൾ കണ്ടു നോക്കാം. അതും 46DD വരെ. സാധാരണ മിനിമൈസറുകളൊക്കെ വലിയ കപ്പ് സൈസുകളിൽ അവൈലബിൾ ഒക്കെ ആണെങ്കിലും 42 ബാൻഡ് സൈസ് വരെയൊക്കെ അവൈലബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് 46DD വരെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് എന്ന് പറയുമ്പോഴത്തേക്കും അമാൻഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. ഈ മിനിമൈസർ ബ്ര എന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. മിനിമൈസർ ബ്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റ് സൈസ് ഒരു സൈസെങ്കിലും ഒന്ന് മിനിമൈസ് ചെയ്ത് കാണിക്കുന്ന, എന്നാൽ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ബ്ര അല്ല, റെഡ്യൂസ് ചെയ്ത പോലെ തോന്നുന്ന രീതിയിൽ, അതായത് ആ ഒരു റെഡ്യൂസിങ് എഫക്റ്റ് തോന്നുന്ന രീതിയിൽ വരുന്ന ബ്രയാണ്. അതായത് ഇതിൻ്റെ ഈ ഒരു കട്ടിങ് കണ്ടോ, ഈ ഒരു കട്ടിങ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഉയർന്നിട്ട് ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലോട്ടും അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും. അങ്ങനെ ആ ഒരു ഫ്രണ്ടിലോട്ടുള്ളൊരു പ്രൊജക്ഷൻ അത് ഒന്നുകൂടെ കുറഞ്ഞിട്ട് നമുക്കൊരു മിനിമൈസ് ചെയ്ത ഒരു സൈസ്, നമ്മളുടെ കപ്പ് സൈസ് ഒരു സൈസെങ്കിലും കുറഞ്ഞതായിട്ട് തോന്നും. അതായത് ഈ ഒരു മിനിമൈസർ ബ്ര എല്ലാം ഒരു ഫുൾ കവർ ബ്ര ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പം ഇങ്ങോട്ടും വരും, ഈ ഒരു പോർഷനിലോട്ടും വന്ന്, അതായത് ഒരു കംപ്രഷൻ എഫക്റ്റ്. നമ്മൾ ഷേപ്പ് വെയർ ഒക്കെ ഇടുമ്പോൾ എങ്ങനെയാണോ വരുന്നത്, ആ ഒരു നമ്മളുടെ ഫ്ലഷ് ഉണ്ടല്ലോ ബ്രസ്റ്റിലുള്ള, ആ ഫ്ലഷ് ഈക്വലി മുകളിലേക്കും സൈഡിലേക്കും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് ഒരു മിനിമൈസിങ് എഫക്റ്റ് കിട്ടും. മിനിമൈസർ ബ്ര എങ്ങനെ എഫക്റ്റ് വരുന്നതെന്ന് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഒരു റെഗുലർ ബ്ര ഇട്ടുള്ള ഒരു ബ്രസ്റ്റിന്റെ ലുക്കാണ് വരുന്നത്. അതേപോലെ ഒരു മിനിമൈസർ ബ്ര ഇട്ട് കഴിയുമ്പോഴത്തേക്കും സെയിം ബ്രസ്റ്റിന്റെ ലുക്ക് വരുന്നത് ഈ സൈഡിലുള്ള ഈ പിക്ചറിൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. നമുക്ക് ബ്രയുടെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിന്റെ കപ്പ് പോർഷൻ വരുമ്പോഴത്തേക്കും 3 ലെയർ മെറ്റീരിയലാണ് വരുന്നത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് വരുന്നത്. ഈ ഒരു മുകളിലത്തെ പോർഷൻ, അതായത് ഫുൾ കവറിന്റെ ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്കും ലേസിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ലേസ് ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രോഡ് ആയിട്ടുള്ള ബാൻഡാണ് വരുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ്ങിന്റെ എഫക്റ്റിലാണ് ഇതിന്റെ മിനിമൈസർ എഫക്റ്റ് കൂടുതലും വരുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉൾ പോർഷൻ കാണിച്ചു തരാം. ഒരു 42 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഇത് സൈഡിൽ വിങ് പോർഷൻ വരുമ്പോഴത്തേക്കും നല്ല വീതിയുള്ള പോർഷനാണ് വരുന്നത്. അതേപോലെ ഈ ബോഡി പോർഷൻ തന്നെ ഒന്ന് ബ്രോഡായിട്ട് സ്ട്രാപ്പിന്റെ ഇവിടം വരെ വരുന്നുണ്ട്. ബാക്കിലാണ് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷൻ വരുന്നത്. ബാക്കിൽ ഹുക്ക് ആൻഡ് ഐക്ക് നല്ല വീതിയുണ്ട്. 3 ഹുക്ക് മെത്തേഡാണ് ഇവിടെ വരുന്നത്. യു ബാക്കാണ് വരുന്നത്. ഇതിന്റെ ഉൾവശം കാണിക്കുമ്പോൾ ഞാൻ 3 ലെയർ ആണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ഫാബ്രിക് വരുന്നുണ്ട്. അകത്തെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയൊരു മെഷ് പോലെ വരുന്ന ഒരു ബ്രീത്തിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ, അതേപോലെ ഒരു സോഫ്റ്റ്നെസ്, ഒരു സോഫ്റ്റ് പാഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സോഫ്റ്റ് പാനൽ, ഒരു സോഫ്റ്റ് ഫോം ഇൻസൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നിപ്പിൾ പ്രൊജക്ഷനെ അത് റെഡ്യൂസ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് CD കപ്പുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 34 മുതൽ 46 വരെയാണ് അവൈലബിൾ. ഇപ്പോൾ കളേഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഈ കളറും ന്യൂഡ് കളറും ബ്ലാക്കും, 3 കളേഴ്സാണ് മെയിനായിട്ട് അവൈലബിൾ ഉള്ളത്. ഇനി ഒരു 5 കളറും കൂടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല ഇതുവരെ, പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. അത് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഷോപ്പിലും അവൈലബിൾ ആക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുമ്പോഴത്തേക്കും 1045 മുതൽ 1245 വരെയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വരുന്നത്. ജൂലിയറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ആദ്യം കാണിച്ച അമാൻഡയുടേതും ഇതിൻ്റെതും രണ്ടും ലുക്ക് ആൻഡ് ഫീൽ സെയിം തന്നെയാണ്. ആകെ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും രണ്ടിനും കോമൺ ആണ് വരുന്നത്. പ്രൈസും വ്യത്യാസമുണ്ട്. ഈ 2 ഫീച്ചേഴ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും പോളിമേഡ് ഫാബ്രിക് ആണ് വരുന്നത്. അമാൻഡയുടെ ഉൾവശം വരുമ്പോഴത്തേക്കും ഒരു ഹൊസേരി ഫിനിഷ് ആണ് വന്നത്. ഇതിന്റെ ഉൾവശം വരുമ്പോൾ ഈ പുറത്തുള്ള അതേ മെറ്റീരിയൽ പോളിമേഡ് തന്നെയാണ് ഇതിന്റെ ഉൾവശം വരുന്നത്. ഈ ഒരു ഡിഫറൻസ് ഇതിന്റെ രണ്ടിന്റെയും മെയിൻ ആയിട്ടുള്ളൂ. കപ്പ് പോർഷൻ വരുമ്പോൾ 3 ലെയർ മെറ്റീരിയൽ ആണ് വരുന്നത്. ഒരു കുഷ്യൻ എഫക്റ്റ് വരുന്നത്, ചെറിയൊരു ഫോം ഇൻസൈഡ് ഉള്ള പോലത്തെ ഒരു എഫക്റ്റ് ആണ് വരുന്നത്. താഴെ നല്ല ബ്രോഡായിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. അതേപോലെ ബ്രോഡായിട്ടുള്ള ഈ ബോഡി തന്നെ ഇങ്ങോട്ട് വന്ന് സ്ട്രാപ്പിലോട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡിലെ വിങ്സിലും നല്ല കവറേജ് വരുന്നുണ്ട്. ബാക്കിലെ പോർഷനും യു ബാക്കാണ് വരുന്നത്. 3 ഹുക്കാണ് വരുന്നത്. അമാൻഡയുടെ 3 ഹുക്കിന് കുറച്ചുകൂടെ വീതിയുണ്ട്. അതിനേക്കാൾ കുറച്ച് വീതി കുറവായിരിക്കും. ബാക്കി എല്ലാം സെയിം ഫീച്ചേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ അവൈലബിൾ കപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ സിയും ഡിയും ആണ് അവൈലബിൾ. അതും 34 മുതൽ 42 വരെ.
ഇതിന് ഒരേ പ്രൈസാണ്, 999 എല്ലാ കപ്പ് സൈസും എല്ലാ ബാൻഡ് സൈസിനും ഒരേ പ്രൈസാണ്, 999 രൂപ. കളേഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഉണ്ട്, ഇതേപോലെ ന്യൂഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഈ 3 കളേഴ്സിൽ ഈ പാറ്റേൺ അവൈലബിൾ ആണ്.